പ്രിയമുള്ളവരെ, വെൽക്കം ടു JP ഫ്രെയിംസ്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ രണ്ടാം ഭാഗം. ആദ്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സോഫ്റ്റ് അയൺ കോറിന്മേൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൈൻഡ് ചെയ്തിരിക്കുന്നു, ചുറ്റുവെച്ചിരിക്കുന്നു. അതിലേക്ക് ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു കോയിൽ അതേപോലെ ചുറ്റുവെച്ചിരിക്കുന്നു, അതുമായി ഒരു ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഇതാണ്. നമ്മൾ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുന്ന ആ നിമിഷം ഈ ബൾബ് തെളിയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കി വെച്ചിരുന്നാൽ ബൾബ് ഓഫായി പോകുന്നതായി കാണുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സ്വിച്ച് നമ്മൾ തുടർച്ചയായി ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കുക, മാറി മാറി ഓൺ ആക്കുക, ഓഫ് ആക്കുക. അപ്പോൾ ഈ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നത് കാണുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ആദ്യത്തെ കോയിൽ നമ്മൾ അതിനോട് കറണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അഥവാ കറണ്ട് അതിൽ കൂടി പാസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ കോയിലിനെ വിളിക്കുന്ന പേര് പ്രൈമറി കോയിൽ എന്നാണ്. ഇനി ഈ പ്രൈമറി കോയിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇതിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കപ്പെടുന്നു. ഈ സെക്കൻഡറി കോയിൽ എന്ന് പറയപ്പെടുന്ന കോയിൽ ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ആ കോയിലിൽ ഒരു EMF പ്രേരിതമാക്കപ്പെടുന്നു, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു കാര്യമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ there should be a changing magnetic field. തുടർച്ചയായി ചേഞ്ച് വരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. മാറ്റം സംഭവിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാക്കാൻ കാരണം പറ്റുകയുള്ളൂ. ഇവിടെ സ്വിച്ച് തുടർച്ചയായി ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കോയിൽ തുടർച്ചയായി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു, ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു, അഥവാ അതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിന്, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നു. രണ്ടാമത്തെ കോയിലായ സെക്കൻഡറി കോയിൽ ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ തുടർച്ചയായി ബൾബ് പ്രകാശിക്കുന്നു. അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു തുടർച്ചയായി. അപ്പോൾ തുടർച്ചയായി ബൾബ് പ്രകാശിക്കണമെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രം, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ബൾബ് പ്രകാശിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ തുടർച്ചയായി ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് പകരം പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇവിടെ DC പകരം ഒരു AC കണക്ട് ചെയ്താൽ പോരെ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് കണക്ട് ചെയ്താൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കറണ്ടിന്റെ ഡയറക്ഷൻ, ദിശ തുടർച്ചയായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം സംഭവിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം സംഭവിക്കുമ്പോൾ അതിൽ സ്ഥിതി ചെയ്യുന്ന സെക്കൻഡറി കോയിലിൽ EMF തുടർച്ചയായി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ഫിനോമിനനാണ്, പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടിയുള്ള കറണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാറാം അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാം, തൊട്ടടുത്തുള്ള കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണത്തെ പരിചയപ്പെടണം. ട്രാൻസ്ഫോമർ ആണത്. എന്താണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ? ഈ പവറിന് വ്യത്യാസം വരുത്താതെ അല്ലെങ്കിൽ പവർ നഷ്ടം കൂടാതെ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജിനെ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ. അഥവാ വോൾട്ടേജിന് വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ടാമതായി, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രധാന ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഇതൊരു സോഫ്റ്റ് അയൺ കോറാണ്, സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പ് കോർ എന്ന് മലയാളത്തിൽ പറയും. അതിന്മേൽ ഒരു പ്രൈമറി കോയിൽ എന്ന് പറയുന്ന ഒരു കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്, കറണ്ട് കണക്ട് ചെയ്യുന്ന കോയിലിനെയാണ് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന കോയിലാണ് സെക്കൻഡറി കോയിൽ. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്
വോൾട്ടേജ് കൂട്ടുവാൻ വേണ്ടി ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടേണ്ടതുള്ളപ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടേജ് കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇനി നോക്കൂ, ഈ രണ്ട് ട്രാൻസ്ഫോമറുടെ ഡിസൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോ പ്രൈമറിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് തിൻ വയേഴ്സ് ആണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമതായിട്ട് പ്രൈമറിയിൽ നോക്കുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നോക്കുക, അവിടെ ലെസ് നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ലെസ് നമ്പർ ഓഫ് വൈൻഡിങ്സേ ഉള്ളൂ പ്രൈമറിയിൽ. ഇവിടെ എങ്ങനെയാ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നോക്കിയാൽ മോർ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. മോർ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ പ്രൈമറി. അത് രണ്ടാമത്തെ വ്യത്യാസം. ഇനി മൂന്നാമത് നോക്കുക, സെക്കൻഡറി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിൽ നോക്കുക, മോർ നമ്പർ ഇൻ സെക്കൻഡറി കോയിലിൽ കൂടുതൽ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഉണ്ട്, ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഇവിടെ സെക്കൻഡറിയിലോ ലെസ് നമ്പർ ഇൻ സെക്കൻഡറി. ഇത്രയൊക്കെയാണ് ഇവ തമ്മിലുള്ള ഘടനാപരമായ ഡിസൈനിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഒരു ട്രാൻസ്ഫോമറിന്റെ സർക്യൂട്ട് സിമ്പിളാണ് വലതുവശത്ത് താഴെയായി കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു സ്ട്രക്ചർ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് എന്നുള്ളത് താഴെ കാണിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ വഴിയരികിൽ കാണുന്ന ട്രാൻസ്ഫോമർ ആണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലുള്ളത്. ഇനി ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗണോ സ്റ്റെപ്പ് അപ്പോ ആയിക്കൊള്ളട്ടെ, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്കൻഡറിയിലാണെങ്കിലും പ്രൈമറിയിലാണെങ്കിലും ഒരു ചുറ്റിൽ ഉളവാക്കപ്പെടുന്ന, ഒരു ചുറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിന്റെ അളവ് തുല്യമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ ഒരു നമ്പർ ഓഫ് ടേൺ എന്നുള്ളതിൽ അഥവാ ഒരു ചുറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ഇ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈമറിയിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, നമുക്കതിനെ എൻ പി എന്ന് വിളിക്കാം, ഇൻറ്റു ഇ. ഒരു ചുറ്റിൽ ഉണ്ടാകുന്നത് ഇ ആണെങ്കിൽ ടോട്ടൽ എൻ പി എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ഉള്ള പ്രൈമറിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എൻ പി ഇൻറ്റു ഇ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഇൻ പ്രൈമറി. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇൻറ്റു ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ഇറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ സെക്കൻഡറി. നോക്കുക, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ 2/1 ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക, ns ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. അഥവാ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, നമുക്ക് കിട്ടുന്നത് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഏതാനും ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വി എസ് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ വി പി വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഡി സി കൊടുത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ? ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്താ, ഡയറക്റ്റ് കറണ്ടിന് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഔട്ട്പുട്ടിൽ കറണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തത് മാത്രം നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. നോക്കൂ, നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻ എൻ പി പ്രൈമറി കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് ഇൻ പ്രൈമറി ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഉണ്ട്, വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഉണ്ട്. ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി എസ് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തെഴുതാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു 500, വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു 10 volt, number of turns in secondary is equal to 2500. നമുക്ക് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് നമുക്കറിയില്ല, ഡിവൈഡ് ബൈ വി പി. വി പി എന്ന് പറയുന്നത് 10 ആണെന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നു. ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. എൻ എസ് എന്ന് പറയുന്നത് 2500 ഡിവൈഡ് ബൈ എൻ പി എന്ന് പറയുന്നത് 500. സോ ഇത് 2500 ഡിവൈഡ് ബൈ 500 എന്ന് പറയുന്നത് 5 കിട്ടും. വി എസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 into 5. സോ വി എസ് ഈസ് ഈക്വൽ ടു 2500 into 10 ഡിവൈഡ് ബൈ 500 ഈസ് ഈക്വൽ ടു
50 വോൾട്ട് എന്ന് നമുക്ക് കിട്ടുന്നു. 50 വോൾട്ട് എന്നുള്ളതാണ് ഉത്തരം. ഇതേപോലെ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ളത് സോൾവ് ചെയ്യാം. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഇത് 3200 എന്ന് കിട്ടും. ഇവിടെ രണ്ടാമത്തേതിൽ വോൾട്ടേജ് ഇൻ പ്രൈമറി നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ അത് 40 വോൾട്ട് എന്ന് കിട്ടും. അവസാനത്തത് ഇവിടെ 600 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് ഉത്തരം തന്നെ കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary. തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇത് ഒന്നാമത്തെ ചോദ്യം എന്ന് വിചാരിക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തെഴുതാം. വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു 8 വോൾട്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NP ഈസ് ഈക്വൽ ടു 4800. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് ചോദ്യം. നമുക്ക് കണ്ടെത്തേണ്ടത് അതാണ്. ഇക്വേഷൻ എഴുതുന്നു. VS ഡിവൈഡ് ബൈ VP ഈസ് ഈക്വൽ ടു NS ഡിവൈഡ് ബൈ NP. VS എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ VP എന്ന് പറയുന്നത് 240 ഈസ് ഈക്വൽ ടു NS നമുക്കറിയത്തില്ല. NS ഡിവൈഡ് ബൈ NP എന്ന് പറയുന്നത് 4800. NS ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 4800 divided by 240 is equal to, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് NS എന്ന് പറയുന്നത് 160 എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തത് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട്. സോ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് VP വോൾട്ടേജ്, പ്രൈമറി വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 240 എന്ന് തന്നിരിക്കുന്നു. There are 80 turns in the secondary coil and 800 turns in the primary. So NP is equal to 800, NS is equal to 80. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വോൾട്ടേജ് ഇൻ ദ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. VS is equal to question mark. വീണ്ടും അതേ ഇക്വേഷൻ തന്നെയാണ്. VS നമുക്കറിയില്ല. ഡിവൈഡ് ബൈ VP എന്ന് പറയുന്നത് 240 is equal to NS എന്ന് പറയുന്നത് 80 ഡിവൈഡ് ബൈ NP എന്ന് പറയുന്നത് 800. VS is equal to 240 into 80 divided by 800. നിങ്ങളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടുന്നു. 24 വോൾട്ട് എന്ന് കിട്ടുന്നു. മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നോക്കൂ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആദ്യത്തത് എന്തായിരുന്നു? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് രണ്ടും. ഇവിടെ 24 വോൾട്ട് എന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു. ഇവിടെ അത് 8 വോൾട്ട് ആയിരുന്നു. ശരിയാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടും കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് അതിൻ്റെ പവർ എന്ന് പറയുന്നത്, പവർ ലോസ് നമ്മൾ ഒന്നും ഇല്ല എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഊർജ്ജ നഷ്ടം ഇല്ല എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്, ഇൻപുട്ട് പവർ ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഇനി പവറിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രൈമറി ആണ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ പ്രൈമറി ഇൻറ്റു കറണ്ട് ഇൻ പ്രൈമറി, വിച്ച് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് ഇൻ സെക്കൻഡറി. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ പവറാണ്. ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ VP ഇൻറ്റു IP എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആകണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് വോൾട്ടേജ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ഇൻ VP IP ഈസ് ഈക്വൽ ടു VSIS ആണ്. VSIS ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് VS എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ IS എന്ന് പറയുന്നത് കുറയും. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് കോൺസ്റ്റന്റ് ആയി വരണം. അതുപോലെ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ VP എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു കാര്യം ഓർത്താൽ മതി, ഏത് ട്രാൻസ്ഫോമർ ആണെങ്കിലും വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയും. അത് നിർബന്ധമായും ഓർത്തിരിക്കണം. ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന്, വോൾട്ടേജും കറണ്ടും. സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ കറണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ VS നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ VS ക്വസ്റ്റ്യൻ മാർക്ക് IS കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യമേ VS കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതാണ്. VS by VP is equal to NS by NP. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VS നമുക്കറിയില്ല. VS ഡിവൈഡ് ബൈ VP എന്ന് പറയുന്നത് 120 വോൾട്ട് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്.
എൻ എസ് എന്ന് പറയുന്നത് there are 5000 turns in primary. അപ്പോൾ എൻ എസ് എന്ന് പറയുന്നത് 250 ഡിവൈഡ് ബൈ 5000 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം വി എസ് എന്ന് പറയുന്നത് 6 വോൾട്ട് എന്ന് കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് കറണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എന്താണ്? വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എസ് ആണ്. വി പി തന്നിട്ടുണ്ട്. വി പി എത്രയാണ്? വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 120 ഇൻറ്റു കറണ്ട് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 0.1 ഈസ് ഈക്വൽ ടു വി എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 6 ഇൻറ്റു ഐ എസ്. ഐ എസ് ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 6 എന്ന് വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് കിട്ടും. 2 ആംപിയർ കറണ്ടാണ് അവിടുത്തെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആണെന്ന് ഓർത്തിരിക്കുക. ആ ഇക്വേഷൻ വി പി ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഐ എസ് എന്നുള്ള ഇക്വേഷനും ഓർത്തിരിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, കാറ്റഗറൈസ് ദ ഫോളോവിംഗ് റിലേഷൻസ് അപ്രോപ്രിയേറ്റ്ലി ആസ് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഇത് സ്റ്റെപ്പ് ഡൗണുമാണെന്ന് വിചാരിക്കുക. ഇനി ഓരോന്നും നോക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ സെക്കൻഡറി. അപ്പോൾ വി എസ് ഗ്രേറ്റർ ദാൻ വി പി. ഇനി വി എസ് ഗ്രേറ്റർ ദാൻ വി പി ആണെങ്കിൽ എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി. അപ്പോൾ എൻ എസ് ബൈ എൻ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആവും. മനസ്സിലായല്ലോ? എൻ എസ് ഡിവൈഡ് ബൈ എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ 1. കാരണം എന്താ? എൻ എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതലായിരിക്കും. നമുക്കറിയാം വോൾട്ടേജ് കൂടിയിരുന്ന കറണ്ട് കുറയും. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? ഐ എസ് ഷുഡ് ബി ലെസ് ദാൻ ഐ പി. ഇനി എളുപ്പമാണ്, നേരെ തിരിച്ചെഴുതിയാൽ മതി. എന്താ? വി പി ഈസ് ഗ്രേറ്റർ ദാൻ വി എസ്, അഥവാ വി എസ് ലെസ് ദാൻ വി പി സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ എൻ എസ് ബൈ എൻ പി എന്ന് പറയുന്നത് ലെസ് ദാൻ 1. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവായിരിക്കും. അവസാനത്തത് എന്ന് പറയുന്നത് എന്താണ്? ഐ എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഐ പി. നമുക്കറിയാം വോൾട്ടേജ് കുറയുന്നു, കറണ്ട് കൂടുന്നു. എത്രയുമാണ് ആ ടേബിൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തൊരു ഫിനോമിനനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. 2 എക്സ്പെരിമെന്റ്സ് ആണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഡി സി സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു എ സി സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിലും കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കപ്പെടും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കപ്പെടും. ചോദ്യത്തിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ 2 കേസിലും ബൾബ് തെളിയുമോ? 2 കേസിലും ബൾബ് തെളിയും. ഈ ബൾബ് തെളിയുന്നുണ്ട്, 2 ബൾബും തെളിയും. പക്ഷേ ഏതിലായിരിക്കും ബ്രൈറ്റ്നസ് കുറവ് എന്ന് അടുത്ത ചോദ്യത്തിൽ കാണുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഈ എ സി കണക്ട് ചെയ്തിരിക്കുന്ന ഈ സർക്യൂട്ടിലെ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ആ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ സി എന്ന് പറയുന്നത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമ്പോൾ ഈ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും, എതിർക്കുന്ന ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വോൾട്ട് ഇവിടെ എ സി സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ബാക്ക് ഇ എം എഫ് അതിനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് ഇഫക്റ്റീവ് വോൾട്ടേജ് ഇൻ ദ ബൾബ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇഫക്റ്റീവ് വോൾട്ടേജ് വിച്ച് ഈസ് അവൈലബിൾ ഫോർ ദ ബൾബിന് കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് കുറയുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഇന്റൻസിറ്റി കുറയുന്നു എന്ന് പറയുന്നത്. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാക്ക് ഇ എം എഫ് ആണ് ഇവിടുത്തെ ഇന്റൻസിറ്റി കുറയാൻ കാരണമാകുന്നത്. ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് ആണ്. എന്തുകൊണ്ടാണ് ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ റിവേഴ്സ് ഇ എം എഫ് എന്ന് വിളിക്കുന്നത്? അത് സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് തുടർച്ചയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അത് ബൾബ് പൂർണ്ണമായും പ്രകാശിക്കുന്നത്, ഇന്റൻസിറ്റി കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ എ സി ഇൻ എ സോളിനോയിഡ് വിൽ ജനറേറ്റ് എ ബാക്ക് ഇ എം എഫ് ഇൻ ദ സെയിം സോളിനോയിഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് അപ്ലൈഡ് ടു ഇറ്റ്. അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്ന വോൾട്ടേജിന് ഒപ്പോസിംഗ് ആയിട്ടാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനൻ പ്രതിഭാസം അറിയപ്പെടുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ്. ഇനി ഈ സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കോയിലുകൾ എന്ന് പറയുന്നത്.
ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിന് ചേഞ്ച് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം അത് ബാക്ക് EMF എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു നമുക്കറിയാം. അപ്പോൾ ദേ ആർ യൂസ് ടു റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു എ ഡിസൈഡ് വാല്യൂ. അപ്പോൾ ഒരു സർക്യൂട്ടിലെ അപ്ലൈഡ് കറണ്ടിനെ അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ കാണും, ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് റെസിസ്റ്റർ ഉപയോഗിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് ഇവിടെ? അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡക്ടറിന്റെ മേന്മ? വളരെ പ്രധാനപ്പെട്ട ഒരു മേന്മയുണ്ട്. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഊർജ്ജ നഷ്ടം കൂടാതെ സർക്യൂട്ടിലെ കറണ്ട് കുറയ്ക്കാൻ ഇൻഡക്ടർ സഹായിക്കുന്നു. വിത്തൗട്ട് എനി ലോസ് ഓഫ് എനർജി, ഊർജ്ജ നഷ്ടം കൂടാതെ. എന്നാൽ റെസിസ്റ്റർ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് എനർജി വിൽ ബി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതാണ് റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രധാന അപാകത. അപ്പോൾ റെസിസ്റ്റർ കറണ്ടിനെ കുറയ്ക്കും, പക്ഷെ അവിടെ ഊർജ്ജ നഷ്ടമുണ്ട്. ഇൻഡക്ടർ കറണ്ടിനെ കുറയ്ക്കും, പക്ഷെ എന്തില്ല? ഊർജ്ജ നഷ്ടമില്ല. ഇനി അടുത്തൊരു ഉപകരണം, ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈക്ക് തന്നെ. എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്ന് നോക്കുക. ഒരു ഡയഫ്രം ഉണ്ട്, ഒരു വോയിസ് കോയിൽ ഉണ്ട്, അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വോയിസ് കോയിൽ ഉണ്ട്, പിന്നെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പാർട്സ് ആയിട്ട് വരുന്നത്, ഭാഗങ്ങളായി വരുന്നത്. ഒരുപക്ഷെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മളൊരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇനി ഒന്നാമത്തെ കാര്യം ഇതിന്റെ പ്രവർത്തന തത്വം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. രണ്ടാമത്തത് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്. മൂന്നാമത്തത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. നോക്കൂ, സൗണ്ട് വേവ്സ് ഈ ഡയഫ്രത്തിലേക്ക് വരുന്നു. ഡയഫ്രം എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ടുള്ള കട്ടി കുറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ഈ വോയിസ് കോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരു മാഗ്നറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ വോയിസ് കോയിൽ മാഗ്നറ്റ് അതിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കും. ആ കോയിലിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. കാരണം ദ കോയിൽ ഈസ് കെപ്റ്റ് ഓർ കോയിൽ ഈസ് മൂവിങ് ആൻഡ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കും, ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും അഥവാ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഔട്ട്പുട്ടിലേക്ക് ഇലക്ട്രിക് സിഗ്നലായി കൺവേർട്ട് ചെയ്യപ്പെട്ടു പോകുന്നു. നോക്കൂ, നമ്മളിവിടെ കൊടുത്തത് എന്താ? സൗണ്ട് വേവ് ആണ്. ഈ സൗണ്ട് വേവ് അഥവാ സൗണ്ട് എനർജിയാണ്. സൗണ്ട് എനർജി എന്തായി മാറി? മെക്കാനിക്കൽ എനർജിയായി മാറി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിനെ വൈബ്രേറ്റ് ചെയ്യാൻ കാരണമാകുന്ന മെക്കാനിക്കൽ എനർജിയാണ്, അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് കോയിലിനുള്ളത് മെക്കാനിക്കൽ എനർജിയാണ്. ആ മെക്കാനിക്കൽ എനർജി ഫൈനലി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സ്ട്രക്ചർ വൈസ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറുമായി ഇതിന് ചില സാമ്യങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 1-2 വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് സൈസ് വൈസ് ചെറുതാണ്, വലിപ്പം കുറവാണ്. ഡയഫ്രത്തിന്റെ വലിപ്പം കുറവാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന് വലിപ്പം കൂടുതലാണ്. രണ്ടാമത്തത്, ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നു. പക്ഷേ ഒരു ലൗഡ് സ്പീക്കറിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായും പിന്നീട് അത് സൗണ്ട് എനർജിയുമായി മാറ്റപ്പെടുന്നു. മൂന്നാമത്തത്, മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എന്നാൽ ഒരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. സാമ്യത, സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ വൈസ് ഉള്ള സിമിലാരിറ്റീസ്. അപ്പോൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങളെ പറ്റി ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. 1 ട്രാൻസ്ഫോമർ, 2 ഇൻഡക്ടർ, ചെറുതാണെങ്കിലും ഇൻഡക്ടർ, 3 മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ബാക്ക് EMFുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് 2 കോയിലുകൾ തൊട്ടടുത്തെടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആയി വരുന്ന കാര്യങ്ങളാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുമായി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.